കഴിഞ്ഞ കുംഭമേളയ്ക്കിടെ പകർത്തിയ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് മൊണാലിസ തരംഗമായത്. മൊണാലിസ ഭോസ്ലെ ഇന്ന് തിരുവനന്തപുരത്തെത്തി. അഭയം തേടിയാണ് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അവർ ഇന്ന് രാവിലെ എത്തിയത്. വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കാമുകൻ ഫർമാനോടൊപ്പം താമസിക്കണമെന്ന ആവശ്യവുമായാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ മൊണാലിസ എത്തിച്ചേർന്നത്. പോലീസുകാർക്ക് ആദ്യം മൊണാലിസ ആരെന്ന് വ്യക്തമായില്ല. പിന്നീടാണ് അവരെ പോലീസ് തിരിച്ചറിയുന്നത്. കുംഭമേളയിൽ ആ ദിവസം പകർത്തിയ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സിൽ മൊണാലിസ ഭോസ്ലെ നിറഞ്ഞു നിന്നത്. പിന്നീട് അവർ പല പരസ്യചിത്രങ്ങളുടെയും മോഡലായി മാറി. പല സിനിമകളിലും അവർക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചു. കേരളത്തിലെത്തിയതും ഒരു സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായാണ് അവർ കേരളത്തിലുമുള്ളത്. ഏതാനും ആഴ്ചകളായി അവർ എറണാകുളത്തായിരുന്നു. 4 ദിവസമായി തിരുവനന്തപുരം പൂവാറിലുണ്ട്. ഇന്ന് രാവിലെയാണ് അവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഇൻഡോർ സ്വദേശിയായ മൊണാലിസയും മഹാരാഷ്ട്ര സ്വദേശി ഫർമാനും ഫേസ്ബുക്ക് വഴി പ്രണയത്തിലായത്. ഇത് വീട്ടുകാർ എതിർക്കുകയായിരുന്നു. പൂവാറിൽ സിനിമാ ഷൂട്ടിങ്ങിനെത്തിയ മൊണാലിസ ഫർമാനുമായി ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു കയറുകയായിരുന്നു. തൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം ആലോചിക്കുന്നുണ്ട്, എന്നാൽ ഫർമാനൊപ്പം ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് മൊണാലിസ പോലീസിനോട് പറഞ്ഞത്. രാജ്യത്ത് മറ്റെവിടെ പോയാലും തങ്ങളുടെ ബന്ധത്തിന് വലിയ തടസ്സങ്ങളുണ്ടാകും, അത് ഉറപ്പാണ്. സുരക്ഷിത ഇടമെന്ന നിലയിലാണ് കേരളത്തിൽ അഭയം തേടിയതെന്നും ഇവർ പോലീസിനെ അറിയിച്ചു. യുവതിയുടെ പരാതിയെ തുടർന്ന് മൊണാലിസയുടെ പിതാവ് ജയ്സിംഗ് ഭോസ്ലെയെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായ സാഹചര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആരെ വിവാഹം കഴിക്കണമെന്നും ആർക്കൊപ്പം ജീവിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കാമുകനൊപ്പം പോകാനാണ് മൊണാലിസയുടെ തീരുമാനമെങ്കിൽ കാമുകനൊപ്പം വിടുമെന്ന് പോലീസ് നിലപാടെടുത്തു. അവരുടെ പിതാവ് കുറേ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് വീട്ടുകാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒടുവിൽ പ്രിയപ്പെട്ടവനൊപ്പം മൊണാലിസ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുകയായിരുന്നു. പൂവാറിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് മൊണാലിസ പോയത്. ഏതായാലും ഇതര മതസ്ഥരൊപ്പം ജീവിക്കാൻ വീട്ടുകാരും അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് പോയാലും സുരക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിക്കാൻ കേരളം തിരഞ്ഞെടുക്കുന്നതായി മൊണാലിസ പോലീസിനോട് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.